ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. പാലപ്പം എന്നോ വെള്ളയപ്പം എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഈ ഒരു പാലപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് നമ്മൾ ഒരുപാട് സമയമൊന്നും പുളിക്കാനായിട്ട് വെക്കേണ്ട. 1 മണിക്കൂറിനുള്ളൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ മാവൊന്നും കയ്യിലില്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഫൈനായിട്ടുള്ള അരിപ്പൊടി, നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. അത് പാക്കറ്റ് പൊടി ആയാലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിപ്പിച്ചിട്ടുള്ള അരിപ്പൊടി ആയാലും എടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം നമ്മൾ സാധാരണ പച്ചവെള്ളമല്ല ചേർത്ത് കൊടുക്കേണ്ടത്, ചെറിയ രീതിയിൽ കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് ചൂട് കൂടുതലാവാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് വിരലൊക്കെ ഒന്ന് മുക്കി നോക്കുമ്പോൾ സഹിക്കാവുന്ന ചൂടാവണം, ആ രീതിയിലുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇനി ഇതിൽ ചേർക്കുന്നത് ചോറാണ്. ഇതിൽ നമ്മൾ കപ്പി കാച്ചി ചേർക്കൊന്നും വേണ്ട, പകരം ചോറ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരിപ്പൊടി അളന്നെടുത്തിട്ടുള്ള ആ കപ്പ് തന്നെ 1/2 കപ്പ് ചോറാണ് ചേർത്തിരിക്കുന്നത്. ഈ ചോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അവിൽ ആദ്യം ഒന്ന് കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുക. അതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ ചോറാണെങ്കിലും അതുപോലെ അവിലാണെങ്കിലും നമ്മൾ വെള്ള കളറിലുള്ളത് എടുക്കുകയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് അപ്പത്തിന് ആ ഒരു നല്ല വെള്ള കളർ കിട്ടുക. പിന്നെ ഇനി ഒരു 1/4 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ ചേർക്കാം. അതിന് ശേഷം ഈ മാവ് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണ അപ്പമാണല്ലോ, അപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കണം. അപ്പോഴാണ് മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടുള്ളൂ. കുറേ സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഡ്രൈഡ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളതൊന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതായത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ, അതായത് ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അത് നന്നായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് വരും. അതിന് ശേഷം അത് മാവിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റ് എപ്പോഴും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കും ചെയ്യുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ ഓരോരുത്തരും അളവിനനുസരിച്ച് ചേർത്താൽ മതി. എന്തായാലും നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാരയെങ്കിലും ചേർക്കണം, അപ്പോഴാണ് ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി വരുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അതിനുശേഷം നമ്മളിതിൽ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അപ്പത്തിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി അറിയാലോ, നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം മാവ് പുളിച്ച് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരുമല്ലോ, അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക. ഇനി ആ അരച്ചെടുത്തിട്ടുള്ള ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളമൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ അരിപ്പൊടിക്കനുസരിച്ചും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും, അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മളത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ചൂടുവെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തോണ്ട് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂറിലൊക്കെ നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടും. പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ അടുപ്പത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റവിൻ്റെ അടുത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഓവൻ ഉണ്ടെങ്കിൽ ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിനുള്ളിൽ വെക്കുക. അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ പൊളിപ്പിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പതുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലെ കുമിളകളൊന്നും പൊട്ടാത്ത രീതിയിൽ പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ചൂടാക്കിയിട്ട് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ചട്ടിയുടെ ചൂട് നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് ചൂട് കൂടി കഴിഞ്ഞാൽ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു മീഡിയം ചൂടിലാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് അപ്പത്തിൻ്റെ മേലെ അതുപോലെ ചെറിയ ചെറിയ ഹോൾസ് വന്നു തുടങ്ങുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇത് നമുക്ക് അപ്പച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല, നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാനിൽ മാവ് ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നന്നായിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ സൈഡൊന്നും ഒരുപാട് അങ്ങോട്ട് മൊരിയിച്ചെടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മൊരിയിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ പൂവിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത്രയും മാവ് വെച്ചിട്ട് നമുക്ക് ഒരു 13-14 അപ്പം വരെ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു അപ്പവും കഴിക്കാൻ. പിന്നെ ക്രിസ്മസ് ആയിട്ട് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കറികളുടെ റെസിപ്പീസൊക്കെ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി.
അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാർക്കൊക്കെ അറിയുന്ന റെസിപ്പി തന്നെയാവും. എന്നാലും ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക, സേഫായിട്ടിരിക്കുക. നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്